എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു. വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് എന്നുള്ള കാര്യം പറഞ്ഞു. തുടർന്ന് വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, V = V1 + V2 + V3 + എക്സെട്ര. ഇതെല്ലാമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മളതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, അതാണ് നമ്മുടെ ടോപ്പിക്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ due to an electric dipole? ഇതാണ് ഒരു ചെറിയ ഡെറിവേഷൻ പോലെയാണ് നമുക്ക് വരിക. അങ്ങനെ തന്നെയാണ് എക്സാമിനും ചോദിക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെ കാണാം? നമുക്ക് ആദ്യം ഒരു ഡൈപോൾ വേണം. അപ്പോൾ ഒരു ഡൈപോൾ വരയ്ക്കാം നമുക്ക്. ഹിയർ ഈസ് -q, എ എന്ന് പറയുന്ന പോയിന്റിൽ -q, പിന്നീട് ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ +q, ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ +q. ഇതാണ് ഡൈപോൾ എ ബി. ഡൈപോളിൻ്റെ മൊമെൻറ്റ്, വാട്ട് ഈസ് എ ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് എഴുതാം. ഡൈപോൾ മൊമെൻറ്റ് P = 2AQ. 2A എന്താണെന്ന് നമുക്കറിയാം. -q to +q വരെയുള്ള ലെങ്ത് ആണ് 2A. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ ഡൈപോളിൻ്റെ സെൻറ്റർ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള O എന്ന് പറയുന്ന ഈ പോയിന്റിൽ എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് O? അപ്പോൾ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ചെറിയ ഡെറിവേഷൻ്റെ സഹായത്തിൽ നമുക്കത് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്കറിയാം O എന്ന് പറയുന്ന പോയിന്റിൽ -q കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇതേ പോയിന്റിൽ +q കാരണം മറ്റൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ രണ്ട് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ഈ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. O എന്ന് പറയുന്ന പോയിന്റിൽ -q കാരണമുള്ള പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ -qയിൽ നിന്നും Oയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. എന്താണ് ആ ഡിസ്റ്റൻസ്? ആ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് R1 എന്ന് കൊടുക്കാം. R1 എന്ന് കൊടുക്കാം. അതേപോലെ O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസും നമുക്കറിയണം. അതിന് നമുക്ക് R2 എന്ന് കൊടുക്കാം. R2. ഈ ഡിസ്റ്റൻസ് R1, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R2. അപ്പോൾ നമുക്കിനി ഓരോ പൊട്ടൻഷ്യലും എഴുതാം. ഓക്കെ, so first of all potential at O due to -q charge. V1 കൊടുക്കാം നമുക്ക്. -q ചാർജ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എന്താണ്? V1. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ഇക്വേഷൻ? 1/4πε0 ഇൻറ്റു ചാർജ് -q ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R1. ഓക്കെ, ഇനി ഇതേ പോയിന്റിൽ തന്നെ +q കാരണമുള്ള പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ അറ്റ് O ഡ്യൂ ടു +q ചാർജ് V2 = ഇവിടെ ഈ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഇതേ ഇക്വേഷൻ തന്നെ. -q എന്നുള്ളത് +q എന്നാവും. 1/4πε0 ഇൻറ്റു q ബൈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R2. ഓക്കെ, അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റിൽ V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതേ പോയിന്റിൽ തന്നെ V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ബൈ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, എന്താ ടോട്ടൽ പൊട്ടൻഷ്യൽ? ടോട്ടൽ പൊട്ടൻഷ്യൽ
ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് O. ഇവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ V എന്തായിരിക്കും? സിമ്പിളാണ്. V1 പ്ലസ് V2. ഇത് രണ്ടും ആഡ് ചെയ്യാം. നമുക്ക് ദാറ്റ് ഈസ് V ഈക്വൽസ് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ പുറത്തേക്ക് എടുക്കാം. 1/4πε0 ഇൻറ്റു Q, 1/4πε0 ഇൻറ്റു Q രണ്ടിലുണ്ട്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പം എന്താ കിട്ടുക? Q/4πε0 ഇൻറ്റു V1. V1 എന്ന് പറയുന്നത് ഇവിടെ -1/R1 എന്ന് വരും. V2 എന്ന് പറയുന്നത് 1/R2 എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി എടുക്കാം. 1/1/R1 എന്ന് വരും. ഇതിൻ്റെത് 1/R2 എന്ന് വരും. ഇതിൻ്റെ ഓർഡർ നമുക്കത് മാറ്റാം. ഇത് ആദ്യം എഴുതാം, ഇത് രണ്ടാമത് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Q/4πε0 ഇൻറ്റു ഇത് ആദ്യം എഴുതാം 1/R2 മൈനസ് 1/R1 എന്ന് എഴുതാം. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇനി R1 എന്താണ്, R2 എന്താണെന്ന് കിട്ടണം. ഓക്കെ, R1ഉം R2ഉം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫിഗറിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഫിഗറിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ നോക്കിയാൽ ഈ OB എന്ന് പറയുന്ന ലൈനിൽ നിന്നും OC എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ ലൈൻ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് D എന്ന് കൊടുക്കാം. അതേപോലെ OC എന്ന് പറയുന്ന ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ലൈനിലേക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് E എന്നായിക്കോട്ടെ. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസുകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും A ആണ്. അങ്ങനെയാണ് നമുക്ക് 2A എന്ന് പറയുന്ന ലെങ്ത് കിട്ടിയത്. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നെ? CO എന്ന് പറയുന്ന ഈ ലൈൻ ABക്ക് ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് തീറ്റ. ആ ആംഗിള് ഇത് തീറ്റയാണെങ്കിൽ ജോമെട്രിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ആംഗിൾ എന്ന് പറയുന്നതും തീറ്റയായിരിക്കും. ഓക്കെ, ഇത്രയും ഫിഗർ ആദ്യം വരയ്ക്കാൻ പഠിക്കണം. ഇനി ഫിഗറിൽ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ R എന്ന് പറയുന്ന ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. കാരണം ഡൈപോളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2A എന്ന് പറയുന്നതിന് വളരെ ചെറുതായിരിക്കണം. സ്വാഭാവികമായിട്ട് ഈ ലെങ്ത്ത് വളരെ ചെറുതായിരിക്കും. സോ നമുക്ക് ഫിഗറിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രം ഫിഗർ ഇതാ BO അഥവാ R2 എന്ന് പറയുന്നത് DO ആണ് ഈക്വലൻ്റ് ആണ്. അതായത് BO ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു DO. അതൊരു ഇക്വേഷൻ. അതേപോലെ AO എന്ന് പറയുന്നത് EO എന്ന് പറയുന്ന ലെങ്തിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ഏതാണ്? ആൻഡ് AO approximately equal to EO. എന്താ BO എന്ന് പറഞ്ഞാൽ? BO എന്ന് പറഞ്ഞാൽ R2 ആണ്. സോ R2 approximately equal to DO, R1 approximately equal to EO. ഞാൻ രണ്ട് ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. എങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ കണ്ടെത്താം? അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഏത് ട്രയാങ്കിൾ? എങ്ങനെയാണ് DO കിട്ടുക? DO കിട്ടണമെങ്കിൽ COയിൽ നിന്നും CD മൈനസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈക്വൽ ടു ഇവിടെ വായിക്കാം DO കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? COയിൽ നിന്നും CD മൈനസ് ചെയ്യണം. CO മൈനസ് CD. അതേപോലെ EO കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? CO പ്ലസ് EC അല്ലെങ്കിൽ EC പ്ലസ് CO. കാരണം CO ആദ്യം എഴുതുന്നു കേട്ടോ. CO പ്ലസ് ഈ ലെങ്ത്തും ആഡ് ചെയ്താൽ ഇത് ടോട്ടൽ കിട്ടും. ഇത് EC ആണ്. EC. അപ്പോൾ
ഇനി ഇതിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഈ സി ഡി എന്താണ്, ഇ സി എന്താണെന്ന് കിട്ടണം. ഓക്കെ, ഇപ്പം നമ്മുടെ ഉദ്ദേശം ഇനി സി ഒ എന്താണെന്ന് നമുക്കറിയാം. സി ഒ എന്ന് പറഞ്ഞാൽ ആറാണ്. ഇനി സി ഡി എന്താണ്, ഇ സി എന്താണെന്ന് നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടി ഞാൻ 2 ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും സി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഏതാണ് ആ ട്രയാങ്കിൾ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഫ്രം ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളാണ് കേട്ടോ. ഏതാണ്? സി ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അതിൽ നിന്ന് ഞാൻ കോസ് തീറ്റ കാണുന്നു. എന്താ കോസ് തീറ്റ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് സി ഡി ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇതാണ് സി ബി. സോ ദാറ്റ് ഈസ് സി ഡി ബൈ എന്താ സി ബി? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ ഞാൻ സി ബിക്ക് പകരം എ എന്ന് കൊടുക്കും. അപ്പോൾ ഈ സി ഡിയുടെ വാല്യൂ കിട്ടും. സി ഡി ഈക്വൽസ് എ കോസ് തീറ്റ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ മറ്റൊരു ട്രയാങ്കിൾ പറയുന്നു. ഈ ട്രയാങ്കിൾ പറയുന്നു ഏതാണ് ആ ട്രയാങ്കിൾ? സി ഇ എ അല്ലെങ്കിൽ എ ഇ സി. സോ മറ്റൊരു ട്രയാങ്കിൾ കാണുന്നു. ഫ്രം ട്രയാങ്കിൾ എ ഇ സി വീണ്ടും കോസ് തീറ്റ എന്താണെന്ന് പറയാം. കോസ് തീറ്റ ഈക്വൽസ് ദ കോസ് തീറ്റ. ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് സി ഇ അല്ലെങ്കിൽ ഇ സി ബൈ എ സി. സോ ദാറ്റ് ഈസ് ഇ സി ബൈ എന്താ എ സി? എ സി എന്ന് പറയുന്നത് എ തന്നെയാണ്, എ. അപ്പോൾ എന്താ ഇ സി എന്ന് പറഞ്ഞാൽ? സോ ഇ സി ഈക്വൽസ് എ കോസ് തീറ്റ. അപ്പോൾ നോക്കൂ, സി ഡി എന്ന് പറഞ്ഞാലും എ കോസ് തീറ്റയാണ്, ഇ സി എന്ന് പറഞ്ഞാലും എ കോസ് തീറ്റയാണ്. സി ഒയുടെ വാല്യൂ നമുക്കറിയാം. എന്താ സി ഒ എന്ന് പറഞ്ഞാൽ? സി മുതൽ ഒ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ എല്ലാം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സി ഒ എന്ന് പറയുന്നത് ആറാണ്. നമുക്കിതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്ന് കൊടുക്കാം. എന്താണ്? ദാറ്റ് ഈസ് R2 ഈക്വൽസ്, ഈ R2 എന്ന് പറയുന്നത് സി ഒ എന്ന് പറഞ്ഞാൽ ആറാണ്, മൈനസ് സി ഡി എ കോസ് തീറ്റ. R1 എന്ന് പറയുന്നത് എന്താണ്? R1 ഈക്വൽസ് ആർ പ്ലസ് ഇ സി എന്ന് പറഞ്ഞാലും എ കോസ് തീറ്റ. അപ്പോൾ ഈ R1 പകരം നമ്മൾ ആർ പ്ലസ് എ കോസ് തീറ്റ എന്ന് കൊടുക്കണം. ഈ R2 പകരം ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് ഇക്വേഷനിൽ കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഒക്കെ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. Therefore, V ഈക്വൽസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു 1 ബൈ R2 ആർ മൈനസ് എ കോസ് തീറ്റ മൈനസ് R1 എന്ന് പറഞ്ഞാൽ 1 ബൈ ആർ പ്ലസ് എ കോസ് തീറ്റ. ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക? ദാറ്റ് ഈസ് V ഈക്വൽസ് Q ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ആർ പ്ലസ് എ കോസ് തീറ്റ, ഒരു മൈനസ് സൈൻ മറക്കരുത്, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആർ മൈനസ് എ കോസ് തീറ്റ. ഈ ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിപ്പോൾ ഏത് ഫോമാറ്റിലാണ് നമുക്കറിയാം. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എന്താ കിട്ടിയത്? ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഇതിൽ എന്താ സംഭവിക്കുക? ഓർ വി ഈക്വൽസ് ഇവിടെ ആർ മൈനസ് ആർ ക്യാൻസൽ ചെയ്ത് പോവും. എ കോസ് തീറ്റ മൈനസ് എന്ന് വരും. അപ്പോൾ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും എ കോസ് തീറ്റ. അപ്പോൾ എ കോസ് തീറ്റ 2 ടൈംസ് വരും. അപ്പോൾ എന്താ വരിക? നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. 1 ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഇൻറ്റു ഇത് 2 ടൈംസ് വരും. 2a കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതെന്താ നമുക്കറിയാം? 2aq എന്താണെന്ന് അറിയാം. 2aq എന്ന് പറയുന്നത്
എന്താ പി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? വി ഈക്വൽസ് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ഒന്ന് ഓർഡറിൽ എഴുതാം. 1/4πε0 ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. എന്താ ഇപ്പോൾ നമുക്ക് കിട്ടിയത്? ഇക്വേഷൻ എന്താണ്? വി ഈക്വൽസ്, സോ ദ പൊട്ടൻഷ്യൽ വി ഈക്വൽസ് 1/4πε0 പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് ഒ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ആക്സിയൽ ലൈനിലായിരുന്നു എടുത്തതെങ്കിലോ, എന്ന് വെച്ചാൽ ഒ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിലോ, ഈ പോയിന്റ് ഇവിടെ ആയിരുന്നുവെങ്കിൽ ഈ തീറ്റയുടെ വാല്യൂ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ ലൈൻ ഇങ്ങനെയല്ലേ വരിക, ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ ഈ ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ ആംഗിൾ കുറഞ്ഞ് ആംഗിൾ തീറ്റ 0 വരും. അപ്പോൾ ഈ ലൈൻ നമുക്കറിയാം ആക്സിയൽ ലൈനാണ്. സോ ഒരു കേസായിട്ട് നമുക്ക് പറയാം, along the axial line തീറ്റയുടെ വാല്യൂ എക്സാക്ട്ലി 0 ഡിഗ്രി വരും. What is the potential along axial line? Then potential V equals cos തീറ്റയിൽ തീറ്റയ്ക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ cos തീറ്റ is 1. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക? 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അതേസമയം ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് ഇക്വറ്റോറിയൽ ലൈനിലായിരുന്നുവെങ്കിലോ, ഇവിടെ ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആംഗിൾ പറയാം, ഇപ്പോൾ ആംഗിൾ തീറ്റ എന്നുള്ളതാണ്. ഈ ആംഗിൾ കൂടി ആംഗിൾ എത്രയായിരിക്കും? എക്സാക്ട്ലി 90 ഡിഗ്രി വരും. സോ നമുക്കത് മറ്റൊരു പോയിൻ്റായിട്ട് എഴുതാം. along the equatorial line at any point along the equatorial line തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി എന്ന് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? കോസ് തീറ്റ കോസ് 90 എന്ന് വരും, 0 എന്ന് വരും. ദെൻ പൊട്ടൻഷ്യൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ 0 എന്ന് വരും. അപ്പോൾ ഓർത്തിരിക്കുക, along the equatorial line, at any point along the equatorial line of dipole, the potential is always 0. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, മറ്റൊരു സ്പെഷ്യൽ കേസാണ്. വെൻ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതലാണെങ്കിൽ, എന്ന് വെച്ചാൽ ആറ് വളരെ കൂടുതലാണ് എയേക്കാൾ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ ടേം നമ്മൾ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ നെഗ്ലക്റ്റ് ചെയ്യും. ദെൻ അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ കാണാനുള്ള ജനറൽ ഇക്വേഷൻ? ദെൻ വി ഈക്വൽസ് 1/4πε0 ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഈ ടേം പോകുമ്പോൾ ആർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർക്കുക. ഈ ഇക്വേഷൻ ഓർക്കേണ്ടത് ഈ ഒരു കേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, പൊട്ടൻഷ്യൽ ഈസ് ഹിയർ ഫൗണ്ട് ടു ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഇത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വളരെ അധികം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ചുരുക്കി നമ്മൾ പി ഡി എന്ന് എഴുതാറുണ്ട്.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സൂചിപ്പിക്കുന്ന ലെറ്ററും വി തന്നെയാണ്, വി എന്ന് പറയുന്ന ലെറ്റർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം എടുക്കാം. എന്താണ്? ഹിയർ ഈസ് ദ ചാർജ് ക്യൂ. അപ്പോൾ ഈ ചാർജിന് ചുറ്റും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ചുറ്റും ഉള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ഈ പോയിന്റിൽ അതിൻ്റേതായ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വി എ. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റും ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വ്യത്യാസമാണ്, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ മറ്റൊരു വാല്യൂ ആണ്. ആ പൊട്ടൻഷ്യലാണ് വി ബി. നമുക്കറിയാം വി എ എന്ന് പറയുന്നത് എന്താ ശരിക്കും ഇക്വേഷൻ? ഒരു ഇക്വേഷൻ അല്ല, ഇക്വേഷൻ നമുക്കറിയാം എന്താണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ വി എ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ഈ ഡിസ്റ്റൻസ്. അതിൻ്റെ മീനിങ് എന്താണ്? മീനിങ് നമുക്കറിയാം. ഒരു 1 കൊളംബിന് ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം 1 കൊളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള വർക്കാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയേണ്ടത് എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്, ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്, അവയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് R1 ആണെന്ന് വിചാരിക്കുക, ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് R2 ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം വി എ എന്ന് പറഞ്ഞാൽ 1/4πε0 ക്യൂ ബൈ R1. എന്താ വി ബി? വി ബി ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ R2. ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യലിൻ്റെ ഡിഫറൻസ് എന്താണ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? സോ വി potential difference V equals VA minus VB. VA minus VB. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വളരെ സിമ്പിളാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ ശരിക്കും അതിൻ്റെ അർത്ഥം? ഇപ്പോൾ വി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. വി എ എന്ന് പറഞ്ഞാൽ എന്താ? 1 കൊളോം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് എയിൽ പ്ലേസ് ചെയ്യാനുള്ള വർക്കാണ് വി എ. എന്താ വി ബി എന്ന് പറഞ്ഞാൽ? 1 കൊളോം ചാർജിനെ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവന്ന് ബിയിൽ പ്ലേസ് ചെയ്യാനുള്ള വർക്കാണ് വി ബി. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ഇത്രയാണ്. 1 കൊളോം ചാർജിനെ ബിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കിനെയാണ് ഈ 2 പോയിന്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് പൊട്ടൻഷ്യൽസ്. എന്ന് വെച്ചാൽ ബിയിൽ നിന്നും എയിലേക്ക് 1 കൊളംബിനെ കൊണ്ടുവരാനുള്ള വർക്ക്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ വർക്കാണ് WBA. എന്ന് വെച്ചാൽ ബിയിൽ നിന്നും എയിലേക്ക് Q0 എന്ന് പറയുന്ന ചാർജിന് മൂവ് ചെയ്യാനുള്ള വർക്കാണ് WBA. അങ്ങനെയാണെങ്കിൽ 1 കൊളംബിനെ ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് എന്താണ്? WBA by Q0. അപ്പോൾ ബിയിൽ നിന്നും എയിലേക്ക് 1 കൊളംബിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ മറ്റൊരർത്ഥത്തിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈക്വൽസ്, ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, പൊട്ടൻഷ്യൽ അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ബി, അല്ലെങ്കിലോ വർക്ക് ബൈ ചാർജ്.
അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് തന്നെയാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റും ഡയമെൻഷനും എല്ലാം പൊട്ടൻഷ്യലിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും, അതേപോലെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്താണ്? വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൊളൂം. ശരി, ഇത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് നമുക്ക് പറയേണ്ടത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഡു യു മീൻ ബൈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്? അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സർഫസ് ആണ്. ഇറ്റ്സ് ആൻ ഇമാജിനറി സർഫസ് വേർ the electric potential remains the same. ഒരു സർഫസിൽ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ദാറ്റ് സർഫസ് ഈസ് ആൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. വേറെ രീതിയിലും പറയാം നമുക്ക്. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ മീഡിയം വിച്ച് ആർ ഹാവിങ് ദ സെയിം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതായത് ഒരേ ഇലക്ട്രിക് പൊട്ടൻഷ്യലുള്ള എല്ലാ പോയിന്റുകളുടെയും ലോക്കസ് ഉൾക്കൊള്ളുന്നൊരു സർഫസാണ് എന്ത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു സ്ഫിയർ എടുക്കുന്നു. സ്ഫിയറിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ചാർജ് വെക്കുന്നു. ഇതൊരു സ്ഫിയറാണ്. ഇറ്റ്സ് എ സ്ഫിയർ, സർക്കിൾ അല്ല കേട്ടോ, ഇറ്റ്സ് എ സ്ഫിയർ, സ്ഫെറിക്കൽ സർഫസ്. അപ്പോൾ ഇത് പോയിന്റ് എ എന്ന് പറയുന്നൊരു പോയിൻ്റാണ്, ഇത് മറ്റൊരു പോയിന്റ് ബി എന്ന് പറയുന്ന പോയിൻ്റാണ്. ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, നമുക്കറിയാം. ആർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇങ്ങോട്ടും വരിക, കാരണം സ്ഫിയർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഈ സർഫസിൻ്റെ, ഈ സ്ഫെറിക്കൽ സർഫസ് എന്ന് പറയുന്ന ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസാണ്. കാരണം വി എ നമുക്ക് കാണാം. വാട്ട് ഈസ് വി എ? എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താ? ബൈ ദ ഇക്വേഷൻ 1/4πε0 Q/R. What is potential at B? VB. Equation is 1/4πε0 Q/R. കാരണം ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇവിടെ വി ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വി എ എന്ന് പറയുന്നത് വി ബിയോട് തുല്യമാണ്. കാരണം എല്ലായിടത്തും ഒരേ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഹിയർ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് V equals VA minus VB. VAയുടെയും VBയുടെയും വാല്യൂ സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഈ സ്ഫിയർ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് ഉദാഹരണമായതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. സോ ഇൻ ആൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് the potential difference between any two points is always 0. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? Also we know that potential difference V equals WBA അല്ലെങ്കിൽ WAB by Q0 എന്ന് നമ്മൾ എഴുതി. ഈ കേസിൽ എന്താണ്? ഇൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് അല്ലേ? ഇൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താ സംഭവിക്കുക? ഇൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് V equals 0. V equals 0 എന്ന് വെച്ചാൽ WBA divided by Q0 equal 0. അതിൻ്റെ അർത്ഥം വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ WBA കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ കിട്ടുക? വർക്ക് 0 ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇക്യു പൊട്ടൻഷ്യൽ സർഫസുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടാൽ എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും, ഇപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക്, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഏത് ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായ വർക്ക് എപ്പോഴും 0 ആയിരിക്കും. സോ ഇൻ ആൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് the potential difference is always 0, and also the work done required to move any charge from one point to another point is always 0. Okay, അപ്പോൾ ഇത് ഈ സ്ഫിയർ, ഈ സ്ഫെറിക്കൽ സർഫസ് നമുക്കൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് ഉദാഹരണമാണ്.
എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഉദാഹരണം ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? എ സ്ഫെറിക്കൽ സർഫസ് വിത്ത് എ ചാർജ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി മറ്റു രീതിയിൽ എക്സാമ്പിൾസ് പറയാം കേട്ടോ. ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്ന് പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നേരെ നോർമലായിട്ടൊരു പ്ലെയിൻ ഞാൻ ഇമാജിൻ ചെയ്യുന്നു. നോർമലായിട്ടുള്ളൊരു പ്ലെയിൻ. ഫോർ എക്സാമ്പിൾ ഇതൊരു പ്ലെയിനാണ്, ഒരു നോർമൽ പ്ലെയിനാണ്. ഓക്കെ, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് നോർമലാണ്. ഇങ്ങനെയാണ് കടന്നത്. മറ്റൊരു പ്ലെയിൻ എടുക്കുന്നു, അതും അതേപോലെ നോർമലായിട്ടുള്ളൊരു പ്ലെയിനാണ്. ഇത് എ എന്ന് പറയുന്നൊരു പ്ലെയിനാണ്, ഇത് ബി എന്ന് പറയുന്നൊരു പ്ലെയിനാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഈ പ്ലെയിനിൽ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഈ പ്ലെയിൻ സർഫസിലെ എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ പൊട്ടൻഷ്യലൊക്കെ V1 ആയിരിക്കും. എന്ന് വെച്ചിട്ട് ഈ സർഫസിലെ പൊട്ടൻഷ്യലുമായിട്ട് സെയിം ആവില്ല. ഇവിടെ വേറെ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക, അവിടെ V2. പക്ഷേ ഈ സർഫസിൽ എല്ലായിടത്തും V2 ആണ്. അപ്പോൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം പൊട്ടൻഷ്യൽ എനർജി എന്താണ്. കൺഫ്യൂഷൻ ആവരുത്. പൊട്ടൻഷ്യൽ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണ്. പൊട്ടൻഷ്യൽ എനർജി യു എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചാർജ് ഞാൻ എടുക്കുന്നു, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് എടുക്കുന്നു. ഈ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് എ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് V ഈക്വൽസ് എന്താ 1/4πε0 ചാർജ് Q ഡിവൈഡഡ് ബൈ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R. ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മളൊരു +1 കുളുമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവന്ന് ഈ പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കിനെയാണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1 കൊളംബിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ ആവശ്യമായ വർക്കാണിത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ മറ്റൊരു ചാർജ് വെച്ചു. ഏത്? Q എന്ന് പറയുന്ന ഒരു ചാർജ്. എങ്കിൽ Q എന്ന് പറയുന്ന ചാർജിനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നേ? ഇൻഫിനിറ്റിയിൽ നിന്നും ഈ പോയിന്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതിന് ഞാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? നമ്മൾ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ആ വർക്കിനെയാണ് ഈ പോയിന്റിലെ ഈ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽസ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1 കൊളംബിനെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ നമുക്ക് V എന്ന് പറയുന്ന വർക്ക് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടേക്ക് വെക്കണമെങ്കിൽ എത്ര വർക്ക് വേണം? V × Q. അപ്പോൾ ഇത് ഒരു കൊളംബിനെ കൊണ്ടുവരാനുള്ള വർക്കാണ്. അതിനെ ജസ്റ്റ് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തിനുള്ള വർക്കായി? ഇപ്പോൾ Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ്, നമുക്ക് ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. U ഈക്വൽസ് എന്താണ്? V അറിയാം, 1/4πε0 × Q/R × Q. അപ്പോൾ Q × Q/R. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ Q എന്നുള്ളത് മറ്റൊരു ചാർജ് ആണെങ്കിൽ ആ ചാർജിൻ്റെ വാല്യൂ ഇവിടെ വരും. സോ പൊട്ടൻഷ്യൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ ഏത് ചാർജിനെയാണോ കൊണ്ടുവരുന്നത് ആ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും?
It is the amount of work done required to bring a charge from infinity to a given point. 1 Coulombിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പോയിന്റിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലോ ഒരു ഗിവൺ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യാനുള്ള വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ജനറൽ ഇക്വേഷൻ 1/4πε0 ഉണ്ട് Q × Q/R. ഇത് ഈ Q എന്നുള്ളതാണ്, ഇത് നമ്മൾ കൊണ്ടുവന്ന ചാർജാണ് ക്യാപിറ്റൽ Q. ഈ ലെറ്റേഴ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ടെക്സ്റ്റിനകത്തേക്ക് മാറും. ഓക്കെ, ഇത് Q1 ആണ്, ഇത് Q2 ആണെങ്കിൽ ഇക്വേഷനോടെ Q1 Q2/R എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, വാച്ച് ചെയ്യുക, എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.